എന്റെ കൂട്ടുകാരൻ. എത്ര നേരമായി ഞാൻ മരം മുറിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇത്ര നേരമായിട്ട് എനിക്ക് ഇത്ര മരമേ മുറിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇത്രയും മരങ്ങൾ കൊണ്ട് വെറും 2 കസേര ഉണ്ടാക്കാനേ പറ്റൂ. മദൻ കാട്ടിൽ കോടാലിയെടുത്ത് വലിയ വലിയ തടികൾ വെട്ടുകയായിരുന്നു. കുറെ കഴിഞ്ഞ് തടിയൊക്കെ വെട്ടിയതിനു ശേഷം മദൻ അവന്റെ സൈക്കിളില് തടിയൊക്കെ കെട്ടി അവന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. കുറച്ചു ദൂരം എത്തിക്കഴിഞ്ഞപ്പോ തടിയുടെ ഭാരം കൊണ്ട് മദന്റെ സൈക്കിൾ പുറകുവശത്തുനിന്ന് പൊട്ടിപ്പോകും. അവന്റെ തടി കഷ്ണങ്ങൾ എല്ലാം താഴത്തോട്ട് വീഴും. ഓഹ്, ഇത് വീഴുന്ന എനിക്ക് ഉറപ്പായിരുന്നു. സൈക്കിളെ നീ ഇതുകൂടി തകർത്തല്ലേ. ഇനി ഇത്രയും മരങ്ങൾ ഞാൻ എന്റെ തലയിൽ ചുമന്നുകൊണ്ട് പോവേണ്ടി വരുമല്ലോ. മദൻ കുറച്ച് തടികൾ അവന്റെ തലയിൽ വെച്ച് അവന്റെ ഗ്രാമമായ ചമൻപൂർ അവന്റെ വീടിന്റെ വെളിവശത്ത് അവന്റെ പാവപ്പെട്ട ഭാര്യ മാനസി മണ്ണിന്റെ അടുപ്പിൽ ആഹാരം ഉണ്ടാക്കുകയായിരുന്നു. അവന്റെ 2 പിള്ളേർ സാക്ഷി അമിത്ത് പുറത്ത് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതെ, നിങ്ങൾ എന്താ തടി തലയെ വെച്ച് കൊണ്ടുവന്നത്? നിങ്ങളുടെ സൈക്കിൾ എവിടെ? ആ ബലമില്ലാത്ത സൈക്കിൾ ഞാൻ വഴിയിൽ ഉപേക്ഷിച്ചു പോന്നു. ഇതെല്ലാം താഴേക്ക് വീണു. ഞാൻ പറഞ്ഞതല്ലായിരുന്നോ സൈക്കിൾ ഒന്ന് ശരിയാക്കി എടുക്കണമെന്ന്? മാനസി, എനിക്ക് അതിനു മാത്രം ഒന്നും പണം കിട്ടുന്നില്ല. മദൻ എപ്പോഴേക്കും കാട്ടിലേക്ക് പോകും. അവിടെ കിടന്ന തടിയും പൊട്ടിയ സൈക്കിളും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരും. മദന്റെ വീടൊരു ചെറിയ കുടിലായിരുന്നു. അവനവന്റെ ജീവിതം അവന്റെ ഭാര്യയും പിള്ളേരുമായിട്ട് വളരെ കഷ്ടപ്പാടോടെ ജീവിച്ചോണ്ടിരുന്നേ. മദൻ എന്നും കാട്ടിൽ പോയി അവന്റെ വാക്കത്തിയെടുത്ത് തടികൾ മുറിക്കുമായിരുന്നു. എന്നിട്ടാ തടികൾ കൊണ്ടവൻ കസേരകൾ ഉണ്ടാക്കുമായിരുന്നു. ആ കസേരനെ ഗ്രാമത്തിൽ വിൽക്കുമായിരുന്നു. മദന്റെ കസേരകൾ അധികം വിൽക്കൂലായിരുന്നു. മാസത്തിൽ ഒരു 3-4 കസേര മാത്രമേ വിൽക്കാൻ പറ്റുകയുള്ളായിരുന്നു. മദന്റെ അടുത്ത് വേറെ ജോലിയും ഉണ്ടായിരുന്നില്ല. ആ ഗ്രാമത്തിൽ ചെയ്യാൻ പറ്റുന്ന ജോലിയും ഉണ്ടായിരുന്നില്ല. വൈകുന്നേര സമയം. അതേതേ, എന്ത് കഷ്ടപ്പെട്ട കസേര ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ കസേര അധികം വിറ്റു പോണില്ലല്ലോ. ഇത് വിട്ടിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി എന്താ നോക്കാത്തത്? എന്ത് ചെയ്യാനാ മാനസി, ഈ ഗ്രാമത്തിൽ ഇനി ചെയ്യാനായിട്ട് വേറെ ജോലിയൊന്നുമില്ല. മാസത്തിൽ 1000 രൂപ അതാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്രയും കുറഞ്ഞ പൈസ കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് എനിക്ക് മാത്രമേ അറിയൂ. മദന്റെ വീട്ടിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കൂടി കൂടി വരികയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മദൻ കുറച്ച് തടികളെ വെട്ടിക്കൊണ്ടുവരുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം കസേരകൾ ഉണ്ടാക്കാനും പറ്റില്ലായിരുന്നു. ഒരു ദിവസം മദൻ കസേര ഉണ്ടാക്കാൻ അവന്റെ മുറ്റത്തിരിക്കുകയായിരുന്നു. അപ്പോ ഒരു നഗരത്തിൽ നിന്നും ഒരു വ്യക്തി കോട്ടും സൂട്ടിട്ട് മദന്റെ അടുത്തേക്ക് വരും. ഈ കസേരയൊക്കെ ഉണ്ടാക്കുന്ന മദൻ നിങ്ങളല്ലേ? അതെ സാർ, ഞാൻ തന്നെയാണ്. എന്റെ പേര് ഹരീഷ് എന്നാണ്. ഞാൻ നഗരത്തിൽ നിന്നാ വരുന്നത്. നഗരത്തിൽ എനിക്കൊരു സ്കൂളുണ്ട്. ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി 200ഓളം ഡെസ്കുകൾ വേണം. നിങ്ങൾക്ക് 200 ഡെസ്കുകൾ നിർമ്മിക്കാൻ പറ്റുമോ? 200 ഡെസ്കുകൾക്കായി നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരാം. ഇത് മദൻ കേട്ട് ഞെട്ടിപ്പോകും. എന്ത്, 1 ലക്ഷം രൂപയോ? അതെ, ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ ഡെസ്കുകളും ദുർബലവും തകർന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡെസ്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാർ, ഞാൻ തീർച്ചയായും ഡെസ്ക് ഉണ്ടാക്കി തരാം. ഞാൻ അങ്ങേക്ക് 2 മാസം കൊണ്ട് മുഴുവൻ ഡെസ്കും ഉണ്ടാക്കി തരാം. അപ്പോ ഹരീഷ് അവനൊരു കടലാസ് കൊടുക്കും. ഇതിൽ നിർമ്മിക്കാനുള്ള ഡെസ്കിന്റെ ചിത്രമുണ്ട്. നിങ്ങൾ ഈ ചിത്രം നോക്കിയിട്ട് ഡെസ്ക് ഉണ്ടാക്കണം. പിന്നെ ഇത് അഡ്വാൻസ് ആയിട്ട് 20,000 രൂപ. ബാക്കിയുള്ള പണം ഞാൻ ജോലി കഴിഞ്ഞാൽ ഉടനെ തരാം. ഹരീഷ് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. മദൻ ഭാര്യയോടും മക്കളോടും ഓർഡറിന്റെ കാര്യം പറയും. അതേനേ, ഇത്രയും വലിയ ഓർഡർ എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇത്രയും ഡെസ്ക് ഒക്കെ ഒറ്റയ്ക്ക് എങ്ങനെയാ ഉണ്ടാക്കാൻ പോകുന്നത്? അത് ഞാൻ ഉണ്ടാക്കും മാനസി. ഈ ഓർഡറിന് ശേഷം നമ്മുടെ എല്ലാ കഷ്ടപ്പാടും തീരും. ചെല്ലട്ടെ, ഞാൻ ഈ പൈസ കൊണ്ട് മരം മുറിക്കുന്ന ഒരു മെഷീൻ വാങ്ങാൻ പോവാ. മദൻ പൈസയും കൊണ്ട് ഗ്രാമത്തിൽ പോവുകയായിരുന്നു. നടന്നു വരുമ്പോ മദന്റെ പോക്കറ്റിൽ നിന്നും ആ പൈസ താഴത്തോട്ട് പോകും. മദൻ അത് ശ്രദ്ധിച്ചില്ല. അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും. അപ്പോഴേക്കും ആ പൈസ കണ്ട ഒരു മനുഷ്യൻ ആ പൈസയും കൊണ്ട് ഓടും. മദൻ കുറച്ച് ദൂരെ എത്തിക്കഴിയുമ്പോ അവൻ അവന്റെ പോക്കറ്റ് ഒന്ന് തപ്പും. അയ്യോ, എന്റെ പൈസ എവിടെ പോയി? ഞാൻ ഈ പൈസ എവിടെ വെച്ചിരുന്നതാണല്ലോ. പൈസ പോയെന്നറിയുമ്പോ മദന് ആകെ ടെൻഷനാകും. അവൻ ആ പൈസ തപ്പി ഓരോ സ്ഥലത്തേക്ക് പോകും. അവൻ ആ പൈസ എവിടെ നിന്നും കിട്ടില്ല. അപ്പോഴേക്കും അവൻ കരഞ്ഞു വീട്ടിലേക്ക് വരും. അവൻ വീട്ടുകാരോട് മുഴുവൻ കാര്യങ്ങൾ പറയും. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ ഓർഡർ എടുക്കണ്ടെന്ന്. ഇപ്പൊ കണ്ടില്ലേ, ആകെ പ്രശ്നമായി. ഇനി എങ്ങനെ നിങ്ങൾ 200 ഡെസ്ക് ഉണ്ടാക്കി കൊടുക്കും? 2 പേരും പൊട്ടി പൊട്ടി കരയും. ഞാൻ ഈ ഓർഡർ എന്തായാലും പൂർത്തിയാക്കുന്നതാണ്. ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ ഡെസ്ക് നിർമ്മിക്കും. മദൻ കോടാലിയും കൊണ്ട് കാട്ടിലേക്ക് വരും. ഓരോ മരങ്ങളും അവൻ മുറിക്കാൻ തുടങ്ങും. കൈകൊണ്ട് ഒരുപാട് തടി മുറിക്കുക അത് അസംഭവമാണ്.
പക്ഷെ അവന്റെ കയ്യില് വേറെ വഴിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2 ദിവസം കടന്നുപോകും. മദന് കുറച്ച് തടികളെ മുറിക്കാൻ പറ്റിയുള്ളൂ. ഒരു ദിവസം മദൻ കാട്ടിലിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. ഇത്രയും വലിയ ഓർഡർ ഞാൻ എങ്ങനെ പൂർത്തീകരിക്കാനാ? മുറിവേറ്റ ഒരു ആന അവന്റെ അടുത്തേക്ക് വരും. ആനയുടെ 4 കാലും വയറിലും അതുപോലെ തുമ്പിക്കൈയിലും ചോര ഒഴുകുകയായിരുന്നു. ആ ആനയ്ക്ക് ഒരുപാട് പരിക്കേറ്റിരുന്നു. അയ്യോ, ഈ ആനയ്ക്ക് നല്ല പരിക്കുണ്ടല്ലോ. ഇതിനെ എങ്ങനെയെങ്കിലും സഹായിക്കണം. പരിക്കേറ്റ ആനയ്ക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മദൻ എന്നിട്ട് ആ ആന എങ്ങനെയൊക്കെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് മാനസിയും മദനും കൂടെ ചേർന്ന് മുറിവേറ്റ ആനയുടെ മുറിവിലൊക്കെ മരുന്നൊക്കെ ഇട്ടുകൊടുത്ത് എന്നിട്ട് അവരുടെ മുറ്റത്ത് കെട്ടിയിടും. കുറച്ചു ദിവസത്തിനുള്ളിൽ ഈ ആനയുടെ അസുഖമൊക്കെ മാറും. അപ്പോ ആന പറയും, മദൻ, നീ എന്നെ ഇത്രയധികം സഹായിച്ചു. അതുകൊണ്ട് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. ആന സംസാരിക്കണത് കണ്ട് മദനും മാനസിയും ഞെട്ടിപ്പോകും. നീ മൃഗമായിരുന്നിട്ടും ഞങ്ങൾ മനുഷ്യരോട് എങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു? എനിക്ക് ചെറുപ്പം തൊട്ടേ ഈ കഴിവുണ്ട് മദൻ. അവരാനനെ നന്നായി നോക്കും. എന്നും ആ മുറിവിലൊക്കെ മരുന്നിട്ട് കൊടുക്കും. കുറച്ചു ദിവസം കഴിഞ്ഞ് ആനയ്ക്ക് ഭേദമാകും. മദൻ അവന്റെ പ്രശ്നങ്ങളൊക്കെ ആനയോട് പറയും. ഒരു ദിവസം വൈകുന്നേരം, മദൻ, നീ എന്നെ ഒരുപാട് സഹായിച്ചു. അതുകൊണ്ട് ഞാനിന്ന് നിന്റെ സുഹൃത്താണ്. ഇന്നു മുതൽ ഞാനും നിന്റെ കൂടെ മരങ്ങൾ മുറിക്കാൻ കാട്ടിലേക്ക് വരുന്നതാണ്. നിന്റെ ഈ ഓർഡർ പൂർത്തീകരിക്കാൻ വേണ്ടി നിന്നെ ഞാൻ സഹായിക്കുന്നതാണ്. അതിനുശേഷം മദന്റെ കൂടെ ആന കാട്ടിലേക്ക് പോകും. എന്നിട്ട് അവന്റെ ശക്തി കൊണ്ട് മരങ്ങളെയൊക്കെ താഴെ വീഴ്ത്തിച്ച് മുഴുത്ത തടികൾ അവന്റെ തുമ്പിക്കൈ കൊണ്ട് അവന്റെ വീട്ടിലേക്ക് എത്തിക്കും. അതുകൊണ്ട് മദൻ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് ഡെസ്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ആന വന്നതോടെ അവന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. കാരണം ആന അവന്റെ തുമ്പിക്കൈ കൊണ്ട് അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി. 1 മാസം അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നു. ഒരു രാത്രി, മാനസി, ആനയുടെ സഹായം കൊണ്ട് കണ്ടില്ലേ, 2 മാസം കൊണ്ട് തീർക്കേണ്ട ഓർഡർ ഞാൻ 1 മാസം കൊണ്ട് തീർത്തിരിക്കുന്നു. 190ഓളം ഡെസ്കുകൾ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഡെസ്കുകൾ ചെയ്താൽ മാത്രം മതി. എന്റെ കൂടെയുള്ള ആന എന്നെ ഇത്രയും സഹായിച്ചതിന് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. നിനക്ക് വേണ്ടി കാട്ടിൽ പോയി ഞാൻ വീണ്ടും മരങ്ങൾ കൊണ്ടുവരുന്നതാണ്. മദൻ എന്നത്തെ പോലെ ആനയ്ക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കും. അടുത്ത ദിവസം രാവിലെ മദനും ആനയും കാട്ടിൽ വരും. 2 പേരും തടികളൊക്കെ മുറിച്ചിരുന്നു. ഉച്ചത്തെ സമയം, അയ്യോ, കഴിക്കാനുള്ള ഭക്ഷണം എടുക്കാൻ മറന്നുപോയല്ലോ. ആനെ, നീ മുറിച്ച മരങ്ങളുടെ അടുത്തിരിക്കെ, ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കൊണ്ടുവരാം. ധൃതി കാരണം മദൻ ഭക്ഷണം വീട്ടിന്റെ മുറ്റത്ത് തന്നെ വെച്ച് മറന്നു. ആഹാരം എടുക്കാൻ വീട്ടിലേക്ക് പോകും. ആന കാട്ടിൽ തന്നെയായിരുന്നു. അപ്പോഴേക്കും രാജാ മഹേഷ് കൂട്ടാളിയും കൊണ്ട് കാട്ടിലേക്ക് വരികയായിരുന്നു. രാജാവ് ആനനെ കാണുമ്പോഴേക്കും, ഇത് കൊള്ളാലോ, ആന. സൈനികരെ, ഈ ആനയെ എന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരൂ. ഈ ആന നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും. രാജാവിന്റെ സൈനികർ ആനേനെ പിടിക്കും. എന്നിട്ട് ആനേനെ അവരുടെ കൂട്ടത്തിലായി കൊണ്ടുപോവുകയും ചെയ്യും. അയ്യോ, എന്നെ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? മദൻ, നീ എവിടെയാണ്? എന്നെ രക്ഷിക്കൂ മദൻ. രാജാവ് സൈനികരുടെ മുമ്പിലും അവൻ സംസാരിച്ചില്ല. അങ്ങനെ രാജാവ് സൈനികരും ആ ആനയെ കൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് വരും. അവിടെ രാജാ മഹേഷ് കൊട്ടാരത്തിൽ ആനേനെ പൂട്ടിയിടും. മദൻ കാട്ടിലേക്ക് വരുമ്പോഴേക്കും, അയ്യോ, എന്റെ സുഹൃത്തായ ആന എവിടെ പോയി? മദൻ കൂട്ടുകാരനായ ആനേനെ ഒരുപാട് തപ്പും. പക്ഷെ അവൻ എന്ത് ചെയ്തിട്ടും കിട്ടിയില്ല അവനെ. അല്ല, പെട്ടെന്ന് ഈ ആന എവിടെ പോയി? അപ്പോഴേക്കും മദൻ വീട്ടിൽ വരും. എന്നിട്ട് ആനയുടെ കാര്യം മാനസിയോട് പറഞ്ഞ് കരയും. എവിടെ പോയാവോ എന്റെ ആന? നോക്ക്, അതൊരു മൃഗമല്ലേ, അവൻ അവന്റെ ലോകത്തേക്ക് പോയി കാണും. ഇല്ല മാനസി, എന്റെ ആന എന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല. അവൻ എന്നോട് പറയാതെ എങ്ങോട്ടും പോവില്ല. എവിടെ പോയി എന്റെ പ്രിയപ്പെട്ട ആനയെ? തിരിച്ചു വരൂ, തിരിച്ചു വരൂ. മദൻ ഒരുപാട് കരയും. അവിടെ ആന ആ തടങ്കലിരുന്ന് കരയും. അടുത്ത ദിവസം മദൻ ഹരീഷിന് എല്ലാ ഡെസ്കും ഉണ്ടാക്കി കൊടുക്കും. അപ്പോഴേക്കും ഹരീഷ് ബാക്കിയുള്ള പൈസ അവന് കൊടുത്ത് ഡെസ്ക് എടുത്തോണ്ട് പോകും. അപ്പോഴേക്കും മദൻ ആനനെ തപ്പി ഇറങ്ങും. അങ്ങനെ 15-20 ദിവസം കടന്നുപോകും. മദന് ആനേനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ ആന വിശന്നിരുന്ന്
വയ്യാണ്ടാകും. ഒരു ദിവസം അസുഖം മൂലം മഹേഷ് രാജാവ് മരിച്ചുപോകും. ഇത് കണ്ട് അവന്റെ സൈനികർ ആ കൊട്ടാരം വിട്ട് എന്നേക്കുമായി പോകും. ആ കൊട്ടാരത്തിൽ ഇപ്പൊ ആരുമില്ല. പാവമാന ആ കൂടിന്റെ അകത്ത് വിശന്ന് കരഞ്ഞോണ്ടിരുന്നു. മദൻ, എന്നെ രക്ഷിക്ക്. മദൻ എവിടെ പോയിരിക്കുകയാണ് എന്റെ സുഹൃത്തെ? ആന ഒരുപാട് കരയും. അവിടെ മദനും ആനയെ ഓർത്ത് കരയാൻ തുടങ്ങി. വീണ്ടും 5 ദിവസം കഴിയും. ആന വിശന്നിരുന്നതുകൊണ്ട് തന്നെ അവന്റെ ആരോഗ്യമൊക്കെ പോവാൻ തുടങ്ങി. ചത്ത ശവത്തെ പോലെയായി ആ കൂട്ടിലവൻ. അവസാനത്തെ ശ്വാസമായിരുന്നു പാവം ആനയുടെ. എന്നോട് ക്ഷമിക്കണം മദൻ, എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിച്ചില്ല. രാത്രി സമയം അവനവന്റെ വീട്ടിൽ കിടക്കുകയായിരുന്നു. ആനെ, എന്റെ സഹോദര, നീ എവിടെ പോയി? തിരിച്ചു വാ എന്റെ സഹോദര, തിരിച്ചു വാ. മദൻ അപ്പോഴേക്കൊന്ന് ഉറങ്ങും. സ്വപ്നത്തിൽ അവൻ അവന്റെ ആനയെ കാണും. എന്നെ രക്ഷിക്കൂ മദൻ, ഞാൻ വല്ലാത്ത വേദനയിലാണ്. മദൻ പെട്ടെന്ന് ചാടി ഞെട്ടി എണീക്കും. എന്റെ ആന, ആന എന്തോ വലിയ പ്രശ്നത്തിലാണ്. എന്തായാലും എന്റെ ആനയെ കണ്ടുപിടിക്കണം. മദൻ അപ്പൊ തന്നെ ആനയെ തിരഞ്ഞ് ഇറങ്ങും വീട്ടിന്ന്. ഒരുപാട് ദൂരെ അവൻ സഞ്ചരിക്കും. രാവിലെ സമയം മദൻ ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ വന്ന് ഇരിപ്പായി. അവിടെയാണ് അവന്റെ ആന തടങ്കിലായി കിടക്കുന്നത്. എവിടെ പോയി കണ്ടുപിടിക്കാൻ എന്റെ ആനയെ? അപ്പോഴേക്കും ഒരു കിളി അവിടെ വരും. എന്നിട്ട് ആ കിളി കൊത്തി കൊത്തി അവനോട് അകത്തേക്ക് പോകാനായി പറയും. മദനപ്പ കൊട്ടാരത്തിന്റെ അകത്ത് കയറും. അവിടെ തടങ്കിലായിട്ട് കിടക്കുന്ന, അന്തിമ ശ്വാസം വലിക്കുന്ന അവന്റെ ആന. എന്റെ പ്രിയപ്പെട്ട ആനെ. മദനെ കാണുമ്പോ ആനയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയ പോലെ മദൻ എങ്ങനെയൊക്കെയോ ആ കൂട് തല്ലി പൊട്ടിച്ച് അവന്റെ കൂട്ടുകാരനായ ആനയെ പോയി കെട്ടിയങ്ങ് പിടിക്കും. ആനെ, എന്റെ സുഹൃത്തെ, നീ എവിടെ പോയിരുന്നു? ഞാൻ നിന്നെ എവിടേക്ക് അന്വേഷിച്ചെന്നോ? ആന മദനോട് എല്ലാ കാര്യങ്ങളും പറയും. ഞാൻ വിചാരിച്ചു നിന്നെ കാണാതെ ഞാൻ ഈ കൂട്ടിക്കിടന്ന് മരിക്കേണ്ടി വരുമെന്ന്. പക്ഷെ നീ വന്നു എന്റെ സുഹൃത്തെ. എന്റെ സുഹൃത്തെ, നീ ഇത്രയും ദിവസം വിശപ്പും ദാഹവും സഹിച്ച് ഈ കൂട്ടില് വേദനിച്ച് കഴിയായിരുന്നില്ലേ? പക്ഷെ ഞാനത് അറിഞ്ഞില്ല. എനിക്ക് മാപ്പ് തരണം എന്റെ സുഹൃത്തെ. ഞാൻ നിനക്കൊന്നും വരാൻ സമ്മതിക്കില്ല. ഞാൻ നിനക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും കൊണ്ടുവരാം എന്റെ സുഹൃത്തെ. സ്വന്തം ആനയുടെ കോലം കണ്ട് മദൻ ഒരുപാട് കരയും. അത് കഴിഞ്ഞ് മദൻ പുറത്തു വന്ന് പുറത്തുനിന്ന് ഒരുപാട് പ്രാവശ്യം വെള്ളം കൊണ്ടുവന്ന് ആനയ്ക്ക് കൊടുക്കും. ഒരുപാട് പാടുപെട്ട് അവൻ ആഹാരമൊക്കെ കൊണ്ടുവന്ന് അവനെ കഴിപ്പിക്കും. അത് കഴിച്ച് ആനയ്ക്ക് ഇത്തിരി ശക്തി കിട്ടും. അപ്പൊ അവൻ എണീറ്റ് നിൽക്കും. എന്നിട്ട് അവന്റെ കൂട്ടുകാരൻ മദന്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് ആനേനെ മദൻ ഒരുപാട് സ്നേഹിക്കും. സത്യം പറയാം, നല്ല കൂട്ടുകാരെപ്പോഴും കൂട്ടുകാരുടെ വേദനകൾ മനസ്സിലാക്കും. സൗഹൃദം സത്യമാണെങ്കിൽ ദുനിയാവിലെ ഏത് ശക്തിക്കും അവരെ വേർപിരിക്കാൻ കഴിയില്ല.